അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയത്തിൻ്റെ കാരണങ്ങളും അതിൻ്റെ രൂപങ്ങളും നാം പരതുമ്പോൾ നമുക്കാദ്യമായി എത്തിപ്പെടുവാൻ കഴിയുന്ന ഒരു കാര്യം, സർവശക്തനായ അല്ലാഹു തആല ശിക്ഷയുടെ ലോകമായ നരകത്തിൻ്റെ ഭീകരത എത്രമേൽ ശക്തമായാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നതാണ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, നമ്മുടെ കളിയുടെയും തമാശയുടെയും ഭൗതികമായ ചുറ്റുപാടുകളുടെയും ഇടയിൽ ശിക്ഷ, അതും നരകശിക്ഷ, അങ്ങനെ ഒരു ലോകമുണ്ട്, അങ്ങനെ ഒരു സന്ദർഭം നമുക്കെല്ലാവർക്കും വരാനുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു എന്നതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. ഒരല്പസമയം നമ്മൾ നരകത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ വലിയ ഒരു വിചാര വിപ്ലവം ഉണ്ടാവുകയൊന്നുമില്ല. എന്നാലും ഈ റമളാനിൽ നമ്മുടെ ഏറ്റവും വലിയ തേട്ടം നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയുള്ളതാണ്. വഅഊദു ബിക മിനന്നാർ. എപ്പോഴും നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട് നാം ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അതുപോലെ റമളാനിന്റെ അവസാനത്തെ 10 നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം നിരന്തരമായി ചോദിക്കുന്ന ഒരു തേട്ടമാണ്, ചോദ്യമാണ്, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, നിന്റെ നരകത്തിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണമേ. ലോകരക്ഷിതാവായ അല്ലാഹുവേ, നീ നരകമോചനം എനിക്ക് നൽകണമേ. നരകത്തിൽ നിന്ന് അല്ലാഹു തആല അസംഖ്യം വിശ്വാസികളെ മോചിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ഈ മാസത്തിലെ അവസാനത്തെ 10 ദിനങ്ങളിൽ അല്ലാഹുവേ, ആ മോചിതരിൽ എന്നെ നീ ചേർക്കണമേ എന്നാണ് നാം ദുആ ചെയ്യുന്നത്. മനസ്സിന്റെ അകത്തളത്തിലെ ഭയത്തിന്റെയും ബേജാറിന്റെയും ചോദ്യമായിട്ട് നമ്മുടെ നാവിലൂടെ അത് പുറത്തു വരുമ്പോൾ മാത്രമേ നമ്മളൊക്കെ പരിപൂർണ വിശ്വാസികളാവുകയുള്ളൂ എന്ന് നമ്മൾ അറിയണം. ഇത് നിസ്സാരമായി പറയേണ്ട ഒരു സംഗതിയല്ല. ഇത് കേവലം പ്രഭാഷണത്തിന്റെ കൊഴുപ്പിനോ അതല്ലെങ്കിൽ നമ്മുടെ സദസ്സിന്റെ എന്തെങ്കിലും പ്രത്യേകമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ പറയേണ്ടതല്ല. ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മാത്രം ഭയപ്പെടുന്ന, അവനെ പേടിക്കുന്ന, ജീവിതത്തിന്റെ നിമിഷങ്ങൾ കഴിച്ചുകൂട്ടുന്ന ഏതൊരാളുടെയും മനസ്സിൽ പേടിയുടെ ആന്തോളനങ്ങൾ സൃഷ്ടിക്കേണ്ട ഒരു വിഷയമാണ്. ഇതു പറയാനാണ് നബിമാർ വന്നത്, ഇതു പറയാനാണ് ഖുർആൻ വന്നത്. ഇസ്ലാമിൽ നമ്മൾ നിർവഹിക്കുന്ന ഒട്ടനേകം നിയമങ്ങളുടെ, വ്യവസ്ഥകളുടെ വിശദീകരണങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നാം തിരഞ്ഞാൽ കാണില്ല. നിസ്കാരം 5 നേരമാണ്, ളുഹുർ ഇന്ന സമയത്താണ്, അസർ ഇന്ന സമയം വരെയാണ്, അതിൻ്റെ പേരിന്നതാണ്, അതിൽ ചൊല്ലേണ്ടത് ഇന്നതാണ്, ഖുർആനിൽ കാണില്ല. സൂചനകളേ ഉള്ളൂ. എന്നാൽ നരകത്തെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളുണ്ടല്ലോ മുഅ്മിനെ, ഖുർആൻ ഓതുമ്പോ നമുക്ക് തോന്നിപ്പോകും ഇതിൽ അതേ ഉള്ളൂ എന്ന്. നരകമെന്ന് കേവലം പറഞ്ഞു പോവുക മാത്രമല്ല, എങ്ങനെയാണ് അതിലേക്ക് ആളുകൾ കൊണ്ടുപോകപ്പെടുന്നത്, എങ്ങനെയാണ് അതിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത്, എങ്ങനെയാണ് അതിലേക്ക് നിബന്ധിക്കുന്നത്, എന്തൊക്കെ ശിക്ഷയാണ് ആ നരകത്തിൽ കാത്തിരിക്കുന്നത്, അതിലുള്ള പാമ്പുകളെക്കുറിച്ച്, കൊളുത്തുകളെക്കുറിച്ച്, തേളുകളെക്കുറിച്ച്, അതിലുള്ള തീയുടെ കാഠിന്യത്തെക്കുറിച്ച്, അതിൽ മുഖം കരിയുന്ന അവസ്ഥകളെ കുറിച്ച്, അതിലുള്ള മനുഷ്യരുടെ നിലവിളികളെ സംബന്ധിച്ച് എല്ലാം രാജാതിരാജനായ അല്ലാഹു തആല എന്തിനാണ് ഇത്രമേൽ വിശദമായി പരാമർശിച്ചത് എന്ന് ചോദിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞ അമലുകളുടെ സൂചനകൾ ഉണ്ടല്ലോ,
അത് നമ്മൾ സൂചനകളായി മനസ്സിലാക്കുവാൻ മാത്രമല്ല, അത് ജീവിതത്തിന്റെ വഴിയായി സ്വീകരിക്കുവാനും അത് തന്നെ ജീവിതമാക്കി നമ്മൾ മാറ്റുവാനും വേണ്ടിയാണ്, നമ്മൾ നന്നാകുവാൻ വേണ്ടിയാണ്, നമ്മൾ ഭയപ്പെടാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, ഈ പരിശുദ്ധ ഖുർആൻ വിഷയം ക്രമമായിട്ടാണ് ഇറങ്ങിയിരുന്നത് എങ്കിൽ നമുക്കാർക്കും ഖുർആൻ ഓതുവാനേ കഴിയുമായിരുന്നില്ലെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. എല്ലാവരും ആവേശത്തോടെ പറയൂ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. വലിയ കരച്ചിലിന്റെ ആളായിരുന്നു. ഖുർആൻ ഓതിയാൽ കരഞ്ഞു പോകും. വഫാത്തിന്റെ വേളയിൽ രോഗിയായി കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുർ അബൂബക്കർ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമ് നിൽക്കാൻ പറയൂ, അദ്ദേഹം ജനങ്ങൾക്ക് നിസ്കരിക്കട്ടെ ഇമാമായി എന്ന് പറയുമ്പോ മകളായ ആയിഷ ബീവി തന്റെ പിതാവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂലേ, എന്റെ പിതാവ് വളരെ ലോലഹൃദയനാണ് നബിയേ. ഖുർആൻ ഓതാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഓതാൻ തുടങ്ങിയാൽ എന്റെ പിതാവ് എങ്ങലടിച്ച് കരഞ്ഞു പോകും യാ റസൂലല്ലാഹ്. സാധാരണ ഖുർആൻ ഓതിയാൽ തന്നെ കരയുന്നയാളാണ് മുഅ്മിനേ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഖുർആൻ എങ്ങാനും അല്ലാഹു തആല വിഷയക്രമമായിട്ടാണ് ക്രമീകരിച്ചിരുന്നത് എങ്കിൽ അങ്ങനെയല്ലല്ലോ. ഖുർആനിൽ 2 ആയത്തുകളിൽ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ അല്ലാഹു തആല വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. നരകമിങ്ങനെ പറഞ്ഞു വന്നാൽ പെട്ടെന്ന് അല്ലാഹു സ്വർഗം പറയുകയാണ്, പെട്ടെന്ന് അല്ലാഹു ഭൂമിയിലെ അത്ഭുതങ്ങൾ പറയുകയാണ്, പെട്ടെന്ന് അല്ലാഹു മഴയെ പറയുകയാണ്. അദ്ദേഹം പറയുന്ന വിഷയമായിട്ടാണ് അവതരിച്ചിരുന്നത് എങ്കിൽ നമുക്കൊരിക്കലും ഖുർആൻ ഓതുവാനേ കഴിയുമായിരുന്നില്ല. നമ്മൾ പേടിക്കേണ്ടവരാണ്, നമ്മൾ ഭയക്കേണ്ടവരാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ഈ നരകമോചനമായിരിക്കണം. പക്ഷേ നമുക്കതിന് സാധ്യമാകുന്നുണ്ടോ? നമ്മുടെ തമാശകൾക്കിടയിൽ, നമ്മുടെ കളിചിരികൾക്കിടയിൽ, നമ്മുടെ സമ്പാദനത്തിന് വേണ്ടിയുള്ള തത്രപ്പാടുകൾക്കിടയിൽ ഈ പറയുന്നവൻ വലിയ ആളായിട്ടല്ല, പറച്ചിലുകൊണ്ട് നന്നാകുമോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. മുഅ്മിനെ, നമുക്കതിന് സാധ്യമാകുന്നുണ്ടോ? ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു തന്റെ ഇഹ്യാ ഉലൂമിദ്ദീനിൽ ജനങ്ങളുടെ മാനസികാവസ്ഥ 3 രീതിയിലാണ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്നുണ്ട്. ഈ പറയുന്ന ഞാനും നിങ്ങളും ഈ 3-ൽ ഏതെങ്കിലും ഒരു വിഭാഗമായിരിക്കും. ബഹുമാനപ്പെട്ടവര് പറയുന്നു, അൽ മുൻഹമികൂൻ. ഒന്നാമത്തെ വിഭാഗം അൽ മുൻഹമിക് ആയിരിക്കും. ഐഹികമായ ജീവിതത്തോട് താല്പര്യമുണ്ടായി ദുനിയാവല്ലാത്ത മറ്റൊരു ചിന്തയുമില്ലാത്ത ആളുകളായിരിക്കും ദുനിയാവിലെ ഒരു വിഭാഗം. മനുഷ്യർക്കിടയിലെ ഒരു വിഭാഗം അവർ മരിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കില്ല. അതിനുശേഷമുള്ള ഖബറോ മഹ്ശറയോ സ്വർഗമോ നരകമോ ഒന്നും അവർക്ക് ബേജാറുണ്ടാവില്ല. ഇനി അഥവാ മരണത്തെക്കുറിച്ച് അവർക്ക് ഓർമ്മ വന്നാൽ, അങ്ങനെ ഒരു ലോകമുണ്ടെന്ന് അവർക്ക് ഓർമ്മ വന്നാൽ, അവർ കരുതുന്നത് ഐഹിക ലോകത്തെ എന്റെ സുഖവും സന്തോഷവും അതിലൂടെ നഷ്ടപ്പെടുകയാണല്ലോ എന്നതാണ്. നമ്മൾ അങ്ങനെ ആവരുത്. അങ്ങനെ ഒരു വിഭാഗമുണ്ട്. രണ്ടാമത്തെ വിഭാഗം അത്തായിബ്. അവർക്ക് മരിക്കുമെന്നറിയാം, അവർക്ക് നരകമുണ്ടെന്നറിയാം, സ്വർഗമുണ്ടെന്നറിയാം. അതിനുവേണ്ടി അവർ അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് വലിയ പേടിയാണ് മരിക്കാൻ, വലിയ ബേജാറാണ് അവർക്ക് പരലോകം പോകാൻ. എന്തുകൊണ്ടെന്നാൽ അവര് വിചാരിക്കുന്നു, റബ്ബേ, ഞാൻ രക്ഷപ്പെട്ടയാളാകുമോ, ഞാൻ മോചിതനായ ആളാകുമോ, നിന്റെ മുമ്പിൽ ഞാൻ കുടുങ്ങിപ്പോകുമോ, ഞാൻ നരകാവകാശിയായി പോകുമോ?
തൗബയില്ലാതെ ഞാൻ നിന്നെ കാണേണ്ടി വരുമോ എന്ന് പേടിക്കുകയും അങ്ങനെ അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിക്കവർ കീഴ്പ്പെടുകയും ചെയ്യും. അങ്ങനെ പേടിച്ചുകൊണ്ട് നരകമരകണത്തെ പുൽകുന്നവരാണ് അത്തായിബെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇനി മൂന്നാമത് മറ്റൊരു വിഭാഗമുണ്ട്, അൽ ആരിഫ്. അവർക്ക് മരണമറിയാം, അവർക്ക് ഖബർ അറിയാം, അവർക്കവിടെയുള്ള കാര്യങ്ങൾ അറിയാം. തന്നെയുമല്ല അവരുടെ അമലുകൾ കൊണ്ടവർ പൂർണ്ണമായും സമാധാന ചിത്തരുമാണ്. പരിപൂർണമായും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ എല്ലാ ലോകങ്ങളെയും സംബന്ധിച്ചവർ അറിയുകയും ജീവിതം ഇബാദത്തിന് വേണ്ടി കഴിഞ്ഞുകൂടുകയും ചെയ്ത അങ്ങനെ ജീവിതം സമർപ്പിച്ച വിഭാഗമാണ് അൽ ആരിഫ്. അവരുടെ നേതാവ് ആരെന്നറിയണോ നിങ്ങൾക്ക്? അങ്ങനെ ലോകത്തെ കണ്ട അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുക മാത്രമല്ല ആ സ്വർഗത്തിലേക്ക് ആദ്യമായി കടന്നു ചെല്ലുന്ന ആരിഫീങ്ങളുടെ നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇതിൽ ഏത് വിഭാഗത്തിലാ ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്, ചോദ്യം ചെയ്യുന്ന കാലഘട്ടമാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരിക്കൽ വന്ന എഴുത്തിന്റെ ഹെഡിങ് എന്തായിരുന്നുവെന്നറിയോ? നരകത്തിലെ ചൂടും സ്വർഗത്തിലെ തണുപ്പും എന്നതായിരുന്നു. നിങ്ങളുടെ കോഴിക്കോട്ടുകാരിയായ ഒരു മുസ്ലിം നാമധാരിയായ എഴുത്തുകാരിയാണ് അത്തരം എഴുത്തുകൾക്ക് നേതൃത്വം നൽകാറുള്ളത്. യുക്തിചിന്തകൾ അള്ളാഹുവിന്റെ പാരത്രികമായ ലോകത്തെ രക്ഷയെയും ശിക്ഷയെയും പരാമർശിക്കുകയാണ്, അതിനെ പരിഹസിക്കുകയാണ്. മുസ്ലിം നാമധാരികളായ യുക്തിവാദികളിലൂടെ നമുക്ക് പലപ്പോഴും കാണുവാൻ കഴിയുന്നത്. ഇന്റർനെറ്റിന്റെ ലോകത്ത് ഫേസ്ബുക്കുകളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ പലപ്പോഴും വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാര് ഇത്തരം കാര്യങ്ങളെ യുക്തി കൊണ്ട് നേരിടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ആദ്യമായി പറയുന്നത്, ഞാൻ സംസാരിക്കുന്നത് യുക്തിവാദികളോടല്ല. എന്റെ ഈ സംസാരം ഇനി ആരെങ്കിലും കേൾക്കുകയാണെങ്കിലും, ഭാവിയിൽ ഇതിന്റെ സീഡിയിലൂടെ ആരെങ്കിലും കേൾക്കുകയാണെങ്കിലും, ഞാൻ ഇതിന്റെ യുക്തിയല്ല പറയുന്നത്, ഞാൻ പറയുന്നത് സത്യവിശ്വാസികളോടാണ്. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണെങ്കിൽ ഇത് കേൾക്കുന്നവനും മുഅ്മിനാണ്. ആരാണ് മുഅ്മിനെന്നറിയാമല്ലോ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അല്ലാഹുവേ ഞങ്ങൾ കാണണമെന്നില്ല റബ്ബേ, അല്ലാഹുവേ ഞങ്ങൾ കേൾക്കണമെന്നില്ല റബ്ബേ, അല്ലാഹുവേ അതിന്റെ ചൂടോ തണുപ്പോ ഞങ്ങൾ അറിയണമെന്നില്ല. നീ ഞങ്ങളോട് പറഞ്ഞാൽ സമിഅനാ വ അത്അനാ, അല്ലാഹുവേ ഞങ്ങളത് സ്വീകരിച്ചു റബ്ബേ, ഞങ്ങൾ നിനക്ക് വേണ്ടി വഴിപ്പെട്ടു റബ്ബേ. അങ്ങനെ കരുതുന്നവരോടാണ്, അങ്ങനെ വിചാരിക്കുന്നവരോടാണ് നമ്മൾ പറയുന്നത്. വലിയ പേടിയോടെ, വലിയ ഭയത്തോടെ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും അതിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മനസ്സോടെ എന്റെ ഈ സംസാരം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കണം. സ്വർഗമെന്നതും നരകമെന്നതും ഒരുപാട് കാതങ്ങൾക്കപ്പുറത്തുള്ള ഒന്നല്ല, വർഷങ്ങൾക്ക് ശേഷം നമ്മെ സമീപിക്കാനുള്ള ഒന്നല്ല. പിന്നെയോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറ് എത്രമേൽ നിങ്ങളോടടുത്തിരിക്കുന്നോ അതിനേക്കാൾ നിങ്ങളോടടുത്തതാണ് സ്വർഗവും നരകവും എന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾ പറയുകയാണ്, കാന യുഅല്ലിമുഹും ഹാദ ദുആ. ഈ ദുആ എപ്പോഴും അവരെ പഠിപ്പിക്കുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. അല്ലാഹുവേ നിന്നോട് ഞാൻ നരകത്തിലെ ശിക്ഷയിൽ നിന്ന് കാവൽ തേടുന്നു എന്ന്. വഅഊദു ബിക മിൻ അദാബിൽ ഖബർ.
ഖബറിലും വന്നു ഭവിച്ചേക്കാവുന്ന നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയും ഈ ദുആ അവരെ പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. നബിക്ക് വലിയ പേടിയായിരുന്നു. അതുകൊണ്ടല്ലേ കാന അക്സറു ദുആഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും കൂടുതൽ നബി ദുആ ചെയ്തിരുന്ന ദുആ, പ്രത്യേകിച്ച് ഹജ്ജ് വേളകളിൽ ചെയ്തിരുന്ന ദുആ ഏതാണ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിൽ നീ നല്ലത് നൽകണമേ, നല്ല ഭാര്യയെ നൽകണമേ, നല്ല മക്കളെ നൽകണമേ, നല്ല സമ്പത്ത് നൽകണമേ, നല്ല ചുറ്റുപാടുകൾ നൽകണമേ, ദുനിയാവിലെ എല്ലാം നല്ലതു മാത്രം നൽകണമേ. വഫിൽ ആഖിറതി ഹസന, പരലോകത്തും നീ സ്വർഗം നൽകണമേ. തന്നെയുമല്ല, സ്വർഗം ചോദിക്കലോടെ തീരുന്നില്ല. നമ്മൾ എപ്പോഴും ചോദിക്കേണ്ട ചോദ്യമാണ്. ഇത് പറയാതെ ഉസ്താദുമാർ മെഹ്റാബിൽ നിന്ന് എഴുന്നേൽക്കാറില്ലല്ലോ. വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, നിന്റെ നരകശിക്ഷയുണ്ടല്ലോ, അതിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ദുആ ചെയ്യാറുണ്ടായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട സ്വഹാബികൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈമാനുള്ളവരെ, ഇത് കുറെ കാലങ്ങൾക്ക് ശേഷമുള്ളതല്ല. നമ്മൾ ഒന്നുകിൽ സ്വർഗാനുഭവം അല്ലെങ്കിൽ നരകാനുഭവം അതറിയുന്നവരാണ്. എപ്പോഴാണോ നമ്മുടെ അവസാന നിമിഷം, അപ്പോ അല്ലാഹു നല്ലത് നൽകുമാറാവട്ടെ. ആമീൻ പറയൂ. അല്ലാഹു ഖൈർ നൽകുമാറാകട്ടെ. എത്രയോ ആളുകൾ അത് അനുഭവിച്ചു പോയി. എത്രയോ ആളുകൾ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മുടെ വല്യമ്മ കഴിഞ്ഞു പോയ എത്രയോ ആളുകൾ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആലിമീങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഉപദേശങ്ങൾ തരൂ. ഉപദേശം കൊടുക്കാൻ തുടങ്ങിയപ്പോ അതിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞു, നിങ്ങൾ ആദ്യത്തെ അമീർ അല്ലല്ലോ, നിങ്ങൾക്ക് മുൻപ് ഒരുപാട് അമീറുമാരുണ്ടായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ അവസാനത്തെ അമീറുമല്ല. അങ്ങനെ പറഞ്ഞു. ഫബക, കരഞ്ഞുപോയി. കാരണം മുൻപുള്ളവരൊക്കെ കഴിഞ്ഞു പോയതുപോലെ ഞാനും കഴിഞ്ഞു പോകുമെന്ന ഓർമ്മ വന്നു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കുറച്ചുകൂടെ ഉപദേശം നൽകൂ. യഹ്യയിൽ കാണാം, വീണ്ടും അവർ ഉപദേശിക്കുവാൻ തുടങ്ങി. രാജാവായ അമീറുൽ മുഅ്മിനീനായ ഉമർ എന്നവരെ, നിങ്ങളുടെ ആദം നബി അലൈഹിസ്സലാം മുതലുള്ള എത്രയെത്ര പിതാക്കന്മാരുണ്ടായിരുന്നു, അവരൊക്കെ ഇന്നിവിടെയാണ്. ഈ ചിന്തയാണ് നമ്മിൽ വേണ്ടത്. ഈ വിചാരമാണ് നമ്മിൽ വേണ്ടത്. നമ്മിലൂടെ കഴിഞ്ഞുപോയി എത്രയോ ആളുകൾ. നമ്മൾ തോളിൽ കൈയിട്ട് നടന്നിരുന്ന, നമ്മുടെ കൂടെ യാത്ര ചെയ്തിരുന്ന, നമ്മുടെ മുമ്പിൽ പ്രസംഗിച്ചിരുന്ന, നമ്മുടെ സദസ്സുകളിൽ ഇരുന്നിരുന്ന എത്രയോ സ്ത്രീകളും പുരുഷന്മാരും ഈ അനുഭവം കഴിഞ്ഞുപോയി. മുഅ്മിനെ, ഇനി നമുക്ക് എന്നാണോ അത് വരുന്നത്, അന്ന് ഒന്നുകിൽ സ്വർഗാനുഭവം അതല്ലെങ്കിൽ നരകാനുഭവം. അവിടം മുതലാണ് ഈ അനുഭവം തുടങ്ങുന്നത്, അല്ലേ? അതിന്റെ വേദന ഞാനത് കൂടുതൽ പറയുകയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്ത്യനിമിഷങ്ങളിലുണ്ടായ കഠിനമായ വേദന ചരിത്രത്തിൽ സുവിദിതമാണ്. എല്ലാവരും വേദനിക്കേണ്ടി വരും. അല്ലാഹുവിന്റെ റസൂല് പറയാറുണ്ടായിരുന്നല്ലോ, അല്ലാഹുമ്മ ഇന്നക തഖുദുർ റൂഹ്, അല്ലാഹുവേ, നീ ഞങ്ങളുടെ റൂഹിനെ പിടിക്കുന്നയാളാണ്. മിൻ ബൈനിൽ അസ്ബി വൽ ഖസ്ബി വൽ അനാമിൽ, ഞരമ്പുകളിലൂടെ, കെണുപ്പുകളിലൂടെ, അപ്രകാരം വിരൽ തുമ്പുകളിലൂടെ ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കുന്നയാളാണല്ലോ റബ്ബേ. അല്ലാഹുമ്മ ഫഅഇന്നി അലൽ മൗതി വഹവ്വിൻഹു അലയ്യാ. അല്ലാഹുവേ, അതുകൊണ്ട് മരണം എനിക്ക് നീ എളുപ്പമാക്കി തരണമേ. നിങ്ങൾ ആലോചിക്കണം, ഈ ലോകത്ത് ഖൈറായ കാര്യങ്ങൾ ചെയ്തവനാണ്, സ്വതക്ക ചെയ്തവനാണ്, നിസ്കരിച്ചവനാണ്, നോമ്പെടുത്തവനാണ്.
അവന്റെ സ്വർഗാനുഭവങ്ങൾ കാണുന്നു എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, മരിക്കുന്ന സമയത്ത് അവൻ കാണുന്നു അവന്റെ 2 മലക്കുകളെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റഖീബിനെയും അതീദിനെയും അവൻ കാണുകയാണ്. പാവപ്പെട്ട ഞാൻ ഈ പറയുന്ന സമയത്ത് എൻ്റെ ഈ സംസാരം രേഖപ്പെടുത്തുന്ന, നിങ്ങളുടെ ചിന്തകൾ രേഖപ്പെടുത്തുന്ന, നിങ്ങളുടെ ദിക്റുകൾ എഴുതി വെക്കുന്ന, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് സാക്ഷികളായിട്ട് വരുന്ന ഈ 2 മലക്കുകളെ അവൻ മരിക്കുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു സ്വർഗാനുഭവമാണ്. ആ മലക്കുകൾ പറയും അവനോട്, ജസാകല്ലാഹു ഖൈറാ, അല്ലാഹു തആല നിനക്ക് ഖൈർ നൽകട്ടെ മനുഷ്യ, നിനക്ക് ഖൈർ നൽകട്ടെ. നീ നല്ലവനായിരുന്നല്ലോ. എത്രയെത്ര നല്ല സ്ഥലങ്ങളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയത്, എത്രയെത്ര നല്ല സംസാരമാണ് നീ ഞങ്ങളെ കേൾപ്പിച്ചത്, എത്രയെത്ര കർമ്മങ്ങൾക്കാണ് നീ ഞങ്ങളെ സാക്ഷിയാക്കിയത് എന്ന് ഈ മലക്കുകൾ സന്തോഷത്തോടെ പറയും. എന്നാൽ വഇൻ കാന ഫാജിറാ, അവൻ കുറ്റവാളിയാണെങ്കിൽ, അവൻ തെറ്റുകാരനാണെങ്കിൽ, സിനിമ കാണുന്നവനാണ്, കള്ളു കുടിക്കുന്നവനാണ്, തെമ്മാടിയാണ്, നോമ്പ് നോൽക്കാത്തവനാണ്, ദുആ ചെയ്യാത്തവനാണ്, ആളുകളെ പരിഹസിക്കുന്നവനാണ്, ഇങ്ങനെയാണെങ്കിൽ ലാ ജസാകല്ലാഹു അന്നാ ഖൈറാ, അല്ലാഹു നിനക്കൊരിക്കലും ഖൈർ നൽകാതിരിക്കട്ടെ. മരിക്കുന്ന വേളയാണ്, ഒരു പുൽക്കൊടിയെങ്കിലും കിട്ടിയാൽ രക്ഷപ്പെടാമല്ലോ എന്ന് കരുതുന്ന സമയമാണ് അവനോട് മലക്കുകൾ പറയുന്നു. കാരണം ഫറുബ്ബ മജ്ലിസി സൂഇൻ അജ്ലസ്തനാ, എത്ര മോശം സ്ഥലത്താണ് നീ ഞങ്ങളെ കൊണ്ടുപോയി ഇരുത്തിയത്. നീ സിനിമാ തിയേറ്ററിലല്ലേ ഇരുത്തിയത്, നീ മദ്യഷാപ്പിലല്ലേ ഇരുത്തിയത്, നീ അനാവശ്യ സംസാരങ്ങൾ നടക്കുന്നിടത്തല്ലേ ഇരുത്തിയത്, നീ ഗാനമേളയുടെ സദസ്സിൽ കൊണ്ടുപോയല്ലേ ഇരുത്തിയത്. അതുകൊണ്ട് നിനക്ക് അല്ലാഹു നല്ലത് തരാതിരിക്കട്ടെ. വഅമലിൻ ഗൈറു സ്വാലിഹ് ഇഹ്തളർതനാ, എത്രയെത്ര മോശമായ കർമ്മങ്ങളുടെ ഇടയിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയി ആക്കിയത് എന്ന് ബഹുമാനപ്പെട്ട ഈ 2 മലക്കുകൾ അവനോട് പറയുകയാണ്. വകലാമിൻ ഖബീഹിൻ അസ്മഅതനാ, എത്രയെത്ര മോശം സംസാരങ്ങളാണ് നീ ഞങ്ങളെ കേൾപ്പിച്ചത് മനുഷ്യ. മുഅ്മിനേ, ഇതാരെക്കുറിച്ച് പറയുന്നതാണ്? ഒരുപക്ഷേ നമ്മെ കുറിച്ചാകാം. കാവൽ ചോദിക്കണം നമ്മൾ പേടിക്കണ്ടേ? മരിക്കുന്ന സമയത്ത് നമുക്ക് സ്വർഗാനുഭവമാകുമോ നരകാനുഭവമാകുമോ? ചീത്തയാൾ നരകം കാണും. മരിക്കുന്ന വേളയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ അവന്റെ ബേജാറ്, അവന്റെ വേവലാതികൾ, അവന്റെ ബേജാറും അവന്റെ കഷ്ടപ്പാടുകളും, അതല്ലേ? അവനിലേക്ക് മരണമെത്തിക്കഴിഞ്ഞാൽ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ്, അവൻ പിരിയുമെന്നുറപ്പിച്ചു. ഇനി എനിക്ക് സമയമില്ല എന്നവന് ബോധ്യമായി. മുഅ്മിനേ, ഇതാരെങ്കിലും കുറിച്ചല്ല, ഇവിടെ ഇരിക്കുന്ന ഈ പറയുന്ന നമ്മെ ഓരോരുത്തരെയും കുറിച്ചാണ്. അവൻ കൈകാലുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇനി അവൻ എങ്ങോട്ടാ പോകുന്നത്? ഇലാ റബ്ബിക, ഇലാ റബ്ബിക. ഇന്ന് വരെ നീ വിളിച്ചിരുന്നില്ലല്ലോ, ഇന്ന് വരെ നീ അവഗണിക്കുകയായിരുന്നല്ലോ, ഇന്നാ റബ്ബിന്റെ അടുക്കലേക്ക് നീ യാത്രയാവുകയാണ്. ലാ സ്വദ്ദഖ വലാ സ്വല്ല വലാകിൻ കസ്സബ വതവല്ല. നിസ്കരിച്ചില്ല, അവൻ സ്വതക്ക കൊടുത്തില്ല, അവൻ ദാനധർമ്മങ്ങൾ ചെയ്തില്ല. പൈസ ഉണ്ടായപ്പോ അവൻ അതുകൊണ്ട് ധൂർത്തടിക്കുകയായിരുന്നു, അതുകൊണ്ട് എന്തൊക്കെ തെറ്റ് ചെയ്യാമെന്നവൻ ഗവേഷണം നടത്തുകയായിരുന്നു. മുഅ്മിനേ, അങ്ങനെയുള്ള അവസരത്തിലതാ അവൻ അവന്റെ നരകാഗ്നിയെ മരിക്കുന്ന സമയത്ത് കാണുകയാണ്. അബ്ശിർ യാ അദുവല്ലാഹി ബിന്നാർ. അല്ലാഹു കാക്കുമാറാകട്ടെ. നിങ്ങൾ ആമീൻ പറയൂ. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്താ, നമ്മളോട് ഒരാൾ ഇങ്ങനെ വന്നു, സംസാരിച്ചു, നല്ല സ്വഭാവത്തിൽ പെരുമാറി, നമ്മൾ കൈകൊടുത്ത് പിരിയുമ്പോ അപ്പോഴും നമ്മളൊന്ന് ചിരിക്കുമല്ലോ, വീണ്ടും കാണണമെന്ന് നമ്മൾ പറയുമല്ലോ. ഇതങ്ങനെയല്ല.
ഇവൻ ദുനിയാവിലേക്ക് വന്നു, തോന്നിയതുപോലെ ജീവിച്ചു, പോകുന്ന സമയത്ത് സന്തോഷമല്ലല്ലോ. അബ്ശിർ യാ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവേ, നിനക്ക് നരകമാണുള്ളത്, അത് നീ അറിയുക എന്ന് മലക്ക് പറയുകയാണ്. ചിന്തിക്കണം, നമ്മൾ ഇതൊക്കെ പേടിക്കണം. ഇത് പേടിക്കാനാ നമ്മൾ ഇങ്ങനെ 8 ദിവസം വഅദ് നടത്തിയത്. ലൻ യഖ്റുജ അഹദുകും മിനദ് ദുനിയ, നിങ്ങളിൽ നിന്ന് ഒരാളും ദുനിയാവിൽ നിന്ന് വേർപിരിയുകയില്ല. ഹത്താ യഅലമ ഐന മസീറുഹു, എവിടെയാണ് അവൻ ചെന്ന് ചേരുന്നത് എന്ന് മരിക്കുന്നതിന്റെ മുമ്പ് അറിയാതെ. വഹത്താ യറാ മഖ്അദഹു മിനൽ ജന്നതി അവിന്നാർ, മരിക്കുന്ന സമയത്ത് തന്നെ ഒന്നുകിൽ അവന്റെ സ്വർഗം, അതല്ലെങ്കിൽ അവന്റെ നരകം അവൻ കണ്ടിട്ടല്ലാതെ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഒന്നുകൂടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഒന്നുകൂടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. വളരെ ശ്രദ്ധയോടെ, വളരെ പേടിയോടെ നമ്മൾ കാണണം. നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ സ്വർഗം കണ്ടിട്ടാ മരിക്കുക. ചോദിക്കുക അല്ലാഹുവിനോട്. അത് ചോദിക്കാനാണ് വാവാട് ഉസ്താദ് വരുന്നത്. അത് ചോദിക്കുവാനാണ് നമ്മൾ എപ്പോഴും കൈ ഉയർത്തേണ്ടത്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുകയാണ്. ഒരു പുരുഷായുസ് മുഴുവൻ ഹബീബായ റസൂലുള്ളാഹിയോട് കൂടെ നിന്ന് അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ ചിന്തകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ എല്ലാം നമ്മിലേക്ക് എത്തിച്ചു തന്ന ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ വേളയിൽ മരണത്തെ കാത്ത് കിടക്കുമ്പോൾ അന്നത്തെ ഭരണാധികാരിയായിരുന്ന മർവാൻ അദ്ദേഹത്തെ സന്ദർശിക്കുകയാണ്. മർവാൻ ഇദ്ദേഹത്തെ കണ്ടോ പറഞ്ഞു, സ്വഹാബിയെ കണ്ടോ പറഞ്ഞു, അല്ലാഹുമ്മ ഖഫിഫ് അൻ, അല്ലാഹുവേ അബൂ ഹുറൈറയുടെ ഈ മരണസമയത്ത് അദ്ദേഹത്തിന് നീ ലഘുവാക്കി കൊടുക്കണമേ, നീ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണമേ. അബൂ ഹുറൈറ അത് കേട്ടപ്പോൾ പറഞ്ഞു, വേണ്ട, അല്ലാഹുമ്മശ്ദുദ് അല്ലാഹുമ്മശ്ദുദ്, അല്ലാഹുവേ എനിക്ക് നീ ശക്തി നൽകണം, എന്നെ നീ ശക്തിപ്പെടുത്തണം, എനിക്ക് നീ ശക്തിയായിട്ട് നൽകണം. സുമ്മ ബകാ, അതും പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ കരയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹ്, അല്ലാഹുവാണേ, മാ അബ്കി ഹുസ്നൻ അലദ് ദുനിയാ, ദുനിയാവിൽ നിന്ന് പിരിയുകയാണല്ലോ എന്നോർത്ത് കരയുകയല്ല ഞാൻ. വലാ ജസഅം മിൻ ഫിറാഖികും, നിങ്ങളോട് പിരിയുകയാണല്ലോ എന്നോർത്തുകൊണ്ട് കരയുകയല്ല ഞാൻ. പിന്നെയോ എനിക്ക് പേടിയാ, ചിന്തിക്ക്, എനിക്ക് പേടിയാ. സ്വഹാബിയായ അബൂ ഹുറൈറ പറയുകയാണ്, വലാകിൻ അൻതദിറു ഇഹ്ദൽ ബശീറൈനി മിൻ റബ്ബി, ആരാണ് എന്നെ സന്തോഷ വാർത്ത അറിയിക്കുക? അബ്ശിർ ബിൽ ജന്ന എന്നാണോ, അതോ അബ്ശിർ ബിന്നാരി എന്നാണോ? എങ്ങനെയാണ് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് എനിക്കറിയില്ലല്ലോ. ബിജന്നത്തിൻ അംബിനാർ, നരകമാണോ സ്വർഗമാണോ എന്നോട് പറയുക എന്ന് ഞാൻ പേടിക്കുന്നു. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഇതിന്റെ ലക്ഷണം ചിലപ്പോൾ മരിക്കുന്ന ആളുകളിൽ കാണാം. ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾ ആരെയും സങ്കല്പിക്കരുത്, ചീത്ത ആളുകളെ. ഹദീസ് ഇങ്ങനെയാണ്, ഇർഖബുൽ മയ്യിത്ത്, മരിക്കുന്നയാളെ നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഒരാൾ നിങ്ങളുടെ കൺമുമ്പിൽ മരിക്കുമ്പോ സാക്ഷികളായിട്ടുണ്ടാകുമല്ലോ. അപ്പ മരിക്കുമ്പോ, വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോ, ഹബീബ് പറയുകയാണ്, അങ്ങനെ മരിക്കുന്ന ആളുകളെ നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾ നിരീക്ഷിക്കണം. ഇദാ റശഹ ജബീനു, അവന്റെ നെറ്റി